അതേസമയം പാർട്ടിയെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് വിശദീകരിക്കുകയാണ് കേരള കോൺഗ്രസ് എം. സർക്കാർ പരിപാടിയിൽ ജോസ് കെ മാണി പങ്കെടുക്കാതെ മനഃപൂർവ്വം വിട്ടുനിന്നതല്ല എന്ന വാർത്താക്കുറിപ്പ് മുന്നണി അറിയിച്ചിട്ടാണ് പാർട്ടി ചെയർമാൻ വിദേശത്ത് പോയത്. പാർട്ടിയെ കരിവാരി തേക്കുകയാണ് അജണ്ടയെന്നും ജോസ് കെ മാണിയുടെ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചു. അഖിലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അഖിൽ, എന്താണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റേതായി വരുന്ന വിശദീകരണം? വനിത പൂർണ്ണമായും ഈ വാർത്തയെ തള്ളുകയാണ് ജോസ് കെ മാണി എംപിയുടെ ഓഫീസ് എന്ന് പറയുന്നത്. പ്രധാനമായും ഇതൊരു വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ്, മാധ്യമ സൃഷ്ടി മാത്രമാണ് എന്നൊരു വിമർശനമാണ് മുന്നോട്ട് വെക്കുന്നത്. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി ഈ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ്, അതായത് വിദേശത്തായതുകൊണ്ടാണ്, യാത്രയിലായതുകൊണ്ടാണ്. ഇത് നേരത്തെ തന്നെ കൃത്യമായി LDF-നെ അറിയിച്ചിട്ടുള്ളതാണ്. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം അല്ലെങ്കിൽ ഇത്തരം ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ മാധ്യമങ്ങൾ വരുന്നത്. കരിവാരത്തേക്കാൻ കേരള കോൺഗ്രസ് എമ്മിനെ കരിവാരത്തേക്കാൻ വേണ്ടി മനഃപൂർവ്വമുണ്ടായ ശ്രമമാണ്. പക്ഷേ അതായത് ഈ പാർട്ടിയിൽ വിട്ടുനിൽക്കണമെങ്കിൽ N. ജയരാജ് പോലെ തന്നെ മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കമുള്ള നേതാക്കൾ, കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ചെയർമാൻ മാത്രമാണ് പങ്കെടുക്കാതിരുന്നത്. ഇത്തരം കാര്യങ്ങൾ ശരിയല്ലെന്നും ഇത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇത്തരം വാർത്തകൾ നൽകുന്നത് പാർട്ടിയെ കരിവാരിത്തേക്കാൻ വേണ്ടി ചില കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന വാർത്തകളാണ് എന്നൊരു വിമർശനമാണ് എന്തായാലും കേരള കോൺഗ്രസ് എമ്മിന്റെ അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ ഓഫീസിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. വിനിത, ശരി, അഖിലാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ വിശദീകരണം നൽകിയത്.